ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ടപ്ലോ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ 2 തേജ് പത്ത ഇട്ടിന്, കുറച്ച് രണ്ട് മൂന്ന് കെത്ത ഇട്ടിന്, പിന്നെ ചെറിയ ആൽത്തിരി ഇട്ടിന്, പിന്നെ പൂ ഇട്ടിന്, പിന്നെ 2 ഉള്ളി ഞാൻ മുറിച്ചിട്ട് ഇട്ടിന് എണ്ണക്ക്, 1 സ്പൂണ് ജീരകം ഇട്ടിന്. ഇത് ഒരു ഇത് ഈ കളറാകുമ്പോൾ 2 സ്പൂണ്, ചെറിയ സ്പൂൺ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടണം. പിന്നെ 2 തക്കാളി, വലിയ 2. ഇങ്ങനെ നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. മിക്സാക്കിയിട്ട് എടുത്ത് പിന്നെ ഞാൻ 3 ബട്ടാട്ട ഇട്ടിന്, നല്ല മിക്സാക്കണം. 3 സ്പൂണ് മുളക് പൊടി ഇടണം, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് കൊത്തമ്പാരി പൊടി. ഇങ്ങനെ നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ കുരുമുളക് പൊടി ഇട്ടിന് 1 സ്പൂണ്, പിന്നെ ജീരപ്പൊടി ഇട്ടിന്, ഇത് ബഡിസോപ്പ് പൊടി ഇല്ല, ബഡിസോപ്പ് പൊടി അത് ഇട്ടിന്, ഗരം മസാല ഇട്ടിട്ട് 1 സ്പൂണ് ഗരം മസാല നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കും. പിന്നെ ഒരു സൈഡിൽ ഞാൻ മുട്ടനെ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിന്, എണ്ണ കിട്ടിയിട്ട് ഒലിവ് ഓയിൽ എടുക്കണം. ഇത് ഇതേമാതിരി കിറ്റാക്കിയിട്ടില്ല, ഇങ്ങനെ അതിറിട്ടിട്ട് ഇതേ ഒരു സൈഡുമേ ഞാൻ വെള്ളം തിളക്കാൻ വെച്ച് ഞാൻ ഈ മസാല കഴിച്ചാൽ കഴിയും. ഇതിൻ്റെ മസാലൻ്റെ മണം മാറിയ പിന്നെ അനിയിൽ കഴിച്ചാൽ കഴിയും. ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ 3 ഗ്ലാസ് ഞാൻ അരി എടുത്തിന്, 1/2 ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിന്. പിന്നെ ഇതേമാതിരി ഇട്ടിട്ട് മൂടിയിട്ട് വെക്കണം. തളിച്ച് പിന്നെ ഇല്ലേ കൊത്തമീർ ഇടണം, കൊത്തമീർ പുതിന മുറിച്ചിട്ട്. പിന്നെ പിന്നെ വെള്ളം പറ്റിയ പിന്നെ ഈ മുട്ട ഇട്ടിട്ട് വെക്കണം. ഇത് മസ്ക് ഇടണം, മസ്കെല്ലാം ഗീ ഇടണം, ബട്ടറിലെല്ലാം നെയ്യ് ഇടണം. നെയ്യിട്ടിട്ട് മൂടിയിട്ട് വെക്കണം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 1/2 മണിക്കൂറിൽ 10 മിനിറ്റ് ദമ്മിട്ടിട്ട് വെക്കണം. 10 മിനിറ്റ് ദമ്മിട്ടിട്ട് വെക്കണം. പിന്നെ തുറന്നിട്ട് നോക്കണം. മുട്ടപ്ലവ് റെഡിയായി. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ബൈ ബൈ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് വരാം.